ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാനായിട്ട് വന്ന കുറച്ച് ഫണ്ണിയസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളാണ്. പിന്നെ വേറെ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വേണമെങ്കിൽ വീഡിയോ ഇടായിരുന്നു, പക്ഷേ എനിക്ക് പനി വന്ന് തന്നെ നശിപ്പിച്ച് നാശമാക്കി കളഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അഭിഷേക് ഹായ് ഹായ് ഓയ് ഓയ് ഹായ് ഹായ് ഓയ് ഓയ് ഹായ് ഹായ് ഓയ് ഓയ്. ഈ രണ്ടെണ്ണം കൂടെ ഏത് അഭിഷേകിന്റെ കാര്യം പറയുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇനി അഭിഷേക് മച്ചന്മാരെ ഇനി എന്തായാലും ഹാപ്പിയാ. എന്റെ പറയാ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അഭിഷേക് എന്ന പേരുള്ള, അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ. ഏതെങ്കിലും രണ്ട് അഭിഷേകിന് മാത്രമേ ഇതുങ്ങളെ എന്തായാലും കിട്ടത്തുള്ളൂ. ഏതെങ്കിലും പെണ്ണില്ലാത്ത അഭിഷേക് മച്ചന്മാർക്ക് നിങ്ങളെ കിട്ടട്ടെ എന്ന് എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എന്തുവാണ് ഇത്? ബീഫ് വല്ലോണോ ഇത്? അവൻ അത് തിന്നാൻ പോലും വയ്യ, എന്നിട്ട് അവൻ അവന്റെ അണ്ണാക്കിലോട്ട് തെള്ളി കയറ്റുന്നു. എന്നിട്ട് അവൻ ആ വീഡിയോക്കകത്ത് നമ്മളെല്ലാരെയും കാണിക്കാൻ വേണ്ടി അവൻ അതിനകത്ത് ഛർദ്ദിച്ചു വിടുന്നു. എന്തായാലും അവൻ തിന്നുവോ തിന്നായിരിക്കും എന്ത് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും നാളെ അവന്റെ ബാത്റൂമിൽ നിന്ന് തീ തെറിക്കും, കണ്ടോ? ഓ എങ്ങോട്ടാ? അയ്യോ, വീഡിയോടാ പോയി ഇടിച്ചത്. അവൻ അറിയത്തില്ലായിരുന്നു അവിടെ ഗേറ്റ് തുറന്നിട്ട കാര്യം. ആ വീഡിയോ ഷൂട്ട് ചെയ്ത ആള് നല്ല കണ്ണിച്ചോരയുള്ള മനുഷ്യൻ. അവന്റെ വീഴ്ച കണ്ടോണ്ട് ഇന്ന് ചിരിക്കുന്നു. സാധാരണ നമ്മളായാലും ആരെങ്കിലും വീഴ്ച കണ്ടോ ഇരുന്ന് ചിരിക്കും, പക്ഷെ ഇത് കുറച്ച് ദാരുണം അല്ലയോടാ. ഹൈദരാബാദ് മെട്രോ ട്രെയിനാണ് അങ്ങോട്ട് പോയത്. പൊക്കോ, ആ വഴിക്കങ്ങ് പോയിക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. അടുത്തവരെ കിട്ടിയിട്ടുണ്ട്, അടുത്ത ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തുവാ അടുത്ത ആ പുറകിക്കുന്നതിന് എന്തുവാ? ഞരമ്പ് വലിയോ? ഓ, ആ പുള്ളിക്കാരെ നല്ലോണം ഹാപ്പി ആയിട്ട് ചിരിച്ചാണോ വീഡിയോ എടുക്കുന്നത്? ഇവനെന്താണോ അത് ചിരിച്ച? ഇവനെന്തുവാണോ പ്രസവിക്കാൻ നിൽക്കുവാണോ? ഈ പോക്ക് ഇവൻ പോവാണെങ്കിൽ മിക്കവാറും അവനവിടെ പ്രസവിച്ചിടും. എടി സുന്ദരി, നിനക്ക് പണ്ടത്തെ പോലെ എന്നോട് ഒരു സ്നേഹവും ഇല്ലാട്ടാ. അണ്ണം വിഷമിക്കണ്ട, ഞാൻ കുറച്ച് മലയാളികളൊക്കെ കൂട്ടിയിട്ട് വരാം. ഊക്ക് വാരി കൂട്ടാം. മറ്റേ പുള്ളി ഓ, ചൊണ്ണേന്ന് വിളിച്ചപ്പോഴേ ചാടി ഇണ്ണിച്ചണ്ണൻ. ഓ എടാ മോനെ, ഇതാടാ ഡാൻസ്. എവിടാടാ ഈ കൈയൊക്കെ കൊണ്ടുപോകുന്നേ? എടാ മതിയടാ. അവിടെ വേറെ പിള്ളേരാരും കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനെ ഡാൻസ് കളിക്കാൻ വിളിച്ചത് അല്ലയോ. ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മറ്റേ നിവേദിയൊക്കെ മറ്റേ റീൽസിലുള്ള പുള്ളിക്കാരെയൊക്കെ ഓർമ്മ വന്നത്. അതാണ് അടുത്ത്. അതാണ് ഞാൻ പറഞ്ഞു, നിവേദി. ജിമ്മി വെച്ചാണ് വീഡിയോ എടുക്കുന്നത് ഇവര്. ഒരു ജിമ്മ് പൈസ കൊടുത്ത് മേടിച്ചോ റീൽ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട്? അതോ ഇനി ഇവരുടെ തന്നെ ജിമ്മാണോ ഇത്? പട്ടി ചിലപ്പോ അവിടെ ഇരുന്ന് പറയുമായിരിക്കും, ഇത് ഇനി അടുത്ത എന്തോ ഇതാ കാണിച്ചു കൂട്ടാൻ പോകുന്നത്. എന്തോനാണ് ഇത് രണ്ടും ഇങ്ങനെ അങ്ങ് ചിരിക്കുന്നത്? അവിടെ ആരേണ്ട തുണിയില്ല നിൽക്കുന്നത്. ഒരു മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ എവിടെ പോയാലും ആരെങ്കിലും കയ്യിൽ എന്തായാലും ക്യാമറ ഫോൺ എന്തെങ്കിലും ഏൽപ്പിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ വല്ല വീഡിയോ എടുക്കാൻ വേണ്ടി ആരെങ്കിലും എന്തായാലും ഇവർ ഏൽപ്പിച്ചു കൊടുക്കും. ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഒരു ദിവസം 2-3 റീൽ ഇടുന്നു. ആ വീഡിയോക്ക് എല്ലാത്തിനും 2-3 മില്യൺ വ്യൂസ്. എന്തുകൊണ്ടായിട്ടാണ് ഇത്രയും വ്യൂസ്? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതുകൂടെ ചെയ്ത് ബെല്ലിന് നോട്ടിഫിക്കേഷൻ കൂടെ എന്തായാലും ഓളാക്കി ഇട്ടേക്കുക. പിന്നെ ഐ ആം റിയലി വെരി സോറി, കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പോലെ വീഡിയോ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അത്ര ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കുറച്ച് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തായാലും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.